നമസ്കാരം. PSC എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്പെഷ്യൽ ടോപ്പിക്കിൽ ഒരു 10 ക്വസ്റ്റ്യൻസ് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ മുദ്രയാർ കമ്മീഷനിൽ നിന്ന് ഒരു 10 ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കാമോ കേട്ടോ. മുദ്രയാർ കമ്മീഷൻ നമുക്കറിയാം സെക്കൻഡറി എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള കമ്മീഷനാണ്. വർഷം ഓർമ്മയുണ്ടല്ലോ, 1952 നമ്മുടെ ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു ഞാൻ 52 ഒക്ടോബർ 6 എന്നൊരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 52 ഒക്ടോബർ 6 ഈ കമ്മീഷൻ ഉദ്ഘാടനം ചെയ്ത ഡേറ്റ് കേട്ടോ. 52 സെപ്റ്റംബർ 23 കമ്മീഷൻ ഒഫീഷ്യലി നിലവിൽ വന്നത്. ഞാൻ ഉദ്ഘാടനം ചെയ്ത ഡേറ്റ് ആണ് കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഡേറ്റ് നോട്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഞാൻ സെപ്റ്റംബർ 23 എന്നുള്ള ഡേറ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. 1952 സെപ്റ്റംബർ 23 ഈ ഒരു കമ്മീഷൻ നിലവിൽ വന്നത്. ഒക്ടോബർ 6 ഉദ്ഘാടനം ചെയ്തു. ഇവരുടെ റിപ്പോർട്ട് ഇവർ സമർപ്പിക്കുന്നത് തൊട്ട് അടുത്ത വർഷം 53 ഓഗസ്റ്റ് 29 അപ്പോൾ അങ്ങനെയാണ് 52-53 എന്നുള്ളൊരു വർഷം പറയുന്നത്. സെക്കൻഡറി തല വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കമ്മീഷനാണ്. ലക്ഷ്മണസ്വാമി മുദ്രയാറാണ് ഈ കമ്മീഷന്റെ ചെയർമാൻ, നമുക്കറിയാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോട്ട് നോക്കാം. സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ 1952-53 ഓൾസോ കോൾഡ്. എന്താണ് മറ്റൊരു പേര്? മുദ്രയാർ കമ്മീഷൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സ്കൂൾസ് ബിക്കെയിം ഹയർ സെക്കൻഡറി ആൻഡ് മൾട്ടിപർപ്പസ് സ്കൂൾസ് ബൈ വിച്ച് കമ്മീഷൻ എന്നാണ്. സ്കൂൾസ് ഹയർ സെക്കൻഡറി ആൻഡ് മൾട്ടിപർപ്പസ് സ്റ്റാൻഡേർഡ്സ് ആയി മാറിയത് ഏത് കമ്മീഷൻ വന്നപ്പോഴാണ്? സ്കൂൾസ് നോർമലി സ്കൂൾസ് വേറെ ഹയർ സെക്കൻഡറി വേറെ, ആ ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നല്ലോ. സ്കൂൾ കഴിഞ്ഞാൽ പ്രീ ഡിഗ്രി ഡിഗ്രി അങ്ങനെയായിരുന്നു. അപ്പോൾ സ്കൂൾസിനൊപ്പം തന്നെ ഹയർ സെക്കൻഡറി കൂടെ ചേർത്തുകൊണ്ട് സ്കൂൾസ് ഹയർ സെക്കൻഡറി സ്കൂൾസ് ആയി അല്ലേ. HS മാറി HSS ആയി. അപ്പോൾ സ്കൂൾസ് ഹയർ സെക്കൻഡറി സ്കൂൾസ് ആയി, മൾട്ടിപർപ്പസ് സ്കൂൾസ് വന്നു. അപ്പോൾ ഇത് ഏത് കമ്മീഷൻ റെക്കമെൻഡേഷൻ പ്രകാരമാണെന്ന് ചോദിച്ചാൽ മുദ്രയാർ കമ്മീഷൻ അല്ലെങ്കിൽ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ. ഓക്കെ, ഇനി 5+3+2+1 എന്ന് പറഞ്ഞ പാറ്റേൺ ചേഞ്ച് ചെയ്തിട്ട് 4 or 5+3+4+3 പാറ്റേൺ ആയിട്ട് മാറിയത് ഏത് കമ്മീഷൻ വന്നതിന് ശേഷമാണെന്ന് ചോദിച്ചാൽ അത് ഏത് കമ്മീഷനാണ്? അത് മുദ്രയാർ കമ്മീഷനാണ്. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്തോ. 5ാം ക്ലാസ് വരെ, 5ാം ക്ലാസ് വരെ, പിന്നെ അടുത്ത 3 വർഷം 6, 7, 8, പിന്നെ 9, 10, പിന്നെ അങ്ങനെ ആ ഒരു 5+3+2+1 എന്നുള്ളൊരു പാറ്റേൺ മാറിയിട്ട് 4 5ാം ക്ലാസ് വരെ ഒരുമിച്ച് എണ്ണിട്ടിട്ട് അടുത്ത 3 വർഷം കഴിഞ്ഞിട്ട് പിന്നത്തെ 4 വർഷം ഒരുമിച്ചാക്കുകയാണ്. അതായത് 9, 10, 11, 12 കൂടി ഒരുമിച്ച് വരിക. പിന്നെ 3 വർഷത്തെ ഡിഗ്രി സെപ്പറേറ്റ്. ഓക്കെ, ഇപ്പം നോർമലി ഇപ്പം നമുക്കറിയാം നമ്മൾ 4ാം ക്ലാസ് അല്ലെ 5ാം ക്ലാസ് വരെ നാലാം ക്ലാസ് വരെ LP സ്കൂള്, 5, 6, 7 അപ്പർ പ്രൈമറി, 8, 9, 10 10th വരെ, പിന്നെ +1 +2 അങ്ങനെയാണ് ഇപ്പോൾ എഴുതുന്നത്. നേരത്തെ എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ പ്രീ ഡിഗ്രി അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ വന്നതിന് ശേഷമാണ് 9, 10, +1 +2 ഒരുമിച്ച് ഓർത്ത് വയ്ക്കുക. സെക്കൻഡറി തലമാണ് ഇത്രയും. അപ്പോൾ അതാണ് ലാസ്റ്റ് 4 വരുന്നത്. മനസ്സിലായി ഇവിടെ 4. അപ്പോൾ 4 or 5 4ാം ക്ലാസ്സിലെ 5ാം ക്ലാസ് വരെ ആദ്യത്തത്, പിന്നെ അടുത്ത 3 വർഷം, പിന്നത്തെ 4 വർഷം ഒരുമിച്ച് സെക്കൻഡറി ആയിട്ട് 9, 10, +1 +2 എന്ന്. അത് കഴിഞ്ഞിട്ട് 3 വർഷത്തെ ഡിഗ്രി. അങ്ങനെ ഒരു പാറ്റേണിലോട്ട് മാറ്റിയത് ഏത് കമ്മീഷൻ പ്രകാരമാണെന്ന് ചോദിച്ചാൽ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ. എങ്ങനെയാണ്? 5+3+2+1 മാറിയിട്ട് 4 or 5+3+4+3 അങ്ങനെ ആക്കിയതാണ് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ, മുദ്രയാർ കമ്മീഷൻ. In our country, as per the recommendation of Secondary Education Commission, social science is introduced as one of the main subject. Social science ഒരു മെയിൻ സബ്ജക്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കരിക്കുലത്തിൽ കൊണ്ടുവരുന്നത് ഏത് വർഷം മുതലാണ്? സോഷ്യൽ സയൻസ് 1952, 63, 50, 47. അപ്പോൾ സോഷ്യൽ സയൻസിനെ ഒരു ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ് ആയിട്ട് കൊണ്ടുവരുന്നത് ഈ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ 1952 ഓൺവേർഡ്സ് ആണ്. 52 എൻ്റെ ആൻസർ. സോഷ്യൽ സയൻസിനെ മെയിൻ സബ്ജക്റ്റ് ആക്കിയത് 1952 തൊട്ടാണ് ഓർത്തോളൂ. നെക്സ്റ്റ്, regarding co-education at secondary stage, 1952-53 commission suggested that 1952-53 ഈ ഒരു സെക്കൻഡറി കമ്മീഷൻ കോ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ 2 സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഏതാ ശരിയെന്നാണ് ചോദിക്കുന്നത്. ടു മെയിൻറ്റെയിൻ സെപ്പറേറ്റ് സ്കൂൾ ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സെപ്പറേറ്റ് സ്കൂൾസ് വേണം. ദ സിറ്റുവേഷൻ ഇൻ അവർ കൺട്രി വാറൻസ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് മോർ ബോയ്സ് സ്കൂൾസ് ദാൻ കോ എഡ്യൂക്കേഷൻ സ്കൂൾസ്. കോ എഡ്യൂക്കേഷൻ സ്കൂൾസിനേക്കാൾ കൂടുതലായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ സിറ്റുവേഷൻ നമ്മളോട് ആവശ്യപ്പെടുന്നത് കൂടുതൽ ബോയ്സ് സ്കൂൾസ് വരണം എന്നാണ് വേറെ ഓപ്ഷൻ. ടു സ്റ്റാർട്ട് റിസോഴ്സ് ഇൻ സെവറൽ സ്റ്റേറ്റ്സ് കുഡ് നോട്ട് അഫോർഡ്, റിസോഴ്സസ് പല സ്റ്റേറ്റ്സിൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്നതല്ലാന്ന്. ഇനി നൺ ഓഫ് ദീസ്, ഇതിലേതാണ് ഇവർ സജസ്റ്റ് ചെയ്യുന്നത്? കോ എഡ്യൂക്കേഷൻ സെക്കൻഡറി സ്റ്റേജിൽ ഒരു കോ എഡ്യൂക്കേഷൻ വരണവുമായിട്ട് ബന്ധപ്പെട്ട്, കോ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരണവുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ സജസ്റ്റ് ചെയ്തത് കോ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനേക്കാളും നമുക്ക് കൂടുതൽ ആവശ്യം ഇപ്പോൾ ബോയ്സ് സ്കൂൾസ് ആണ്, അതുകൊണ്ട് ബോയ്സ് സ്കൂൾസ് വരട്ടെ. അല്ലെങ്കിൽ ബോയ്സ് ആൻഡ് ഗേൾസ് സെപ്പറേറ്റ് സ്കൂൾസ് മെയിൻറ്റെയിൻ ചെയ്ത് പോട്ടെ. അല്ലെങ്കിൽ ഇതിലൊന്നുമല്ല. മൂന്നാമത്തെ ഓപ്ഷനിൽ റിസോഴ്സ് സെവറൽ സ്റ്റേറ്റ്സിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതല്ല. ഇതിലേതാണ് ഇവർ പറഞ്ഞതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സെക്കൻഡറി സ്റ്റേജിലെ കോ എഡ്യൂക്കേഷൻ വരണവുമായിട്ട് ബന്ധപ്പെട്ട് മുദ്രയാർ കമ്മീഷൻ സജസ്റ്റ് ചെയ്തത് ഏതാണ്? ആദ്യത്തെ സജഷൻ പറഞ്ഞത് സെപ്പറേറ്റ് സ്കൂൾസ് മെയിൻറ്റെയിൻ ചെയ്യുക ഗേൾസിനും ബോയ്സിനും. രണ്ടാമത്തെ പറഞ്ഞത് ഇങ്ങനൊരു കോ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുന്നതിനേക്കാളും ബോയ്സ് സ്കൂൾസ്
കുറെ കൂടെ വേണം എന്നാണ് രാജ്യത്തിന് ആവശ്യം, അതാണുള്ള രീതിയിൽ പറയുന്നു. മൂന്നാമത്തത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് റിസോഴ്സസ് പല സ്റ്റേറ്റിനും എഫോർഡ് ചെയ്യാൻ പറ്റുന്നതല്ല എന്നൊരു സിറ്റുവേഷൻ. ഇനി ഇതിലൊന്നും അല്ല. ഇതിലേതാണ് കറക്റ്റ് ആൻസർ എന്നറിയോ? സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ സജസ്റ്റ് ചെയ്ത് ഇതാണ്, മൂന്നാമത്തതാണ്. ടു സ്റ്റാർട്ട് ചെയ്യാനായിട്ട് റിസോഴ്സ് ഇൻ സെവറൽ സ്റ്റേറ്റ്സ് കുഡ് നോട്ട് അഫോർഡ്. ടു സ്റ്റാർട്ട് റിസോഴ്സ് ഇൻ സെവറൽ സ്റ്റേറ്റ്സ് കുഡ് നോട്ട് അഫോർഡ് എന്നുള്ളതാണ് സെക്കൻഡറി കമ്മീഷൻ സജസ്റ്റ് ചെയ്തത്. ഓക്കെ, ഇനി സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ ഈസ് ദ ഫൈനൽ സ്റ്റേജ് ഓഫ് ഡാഷ്. സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ ഏതിന്റെ ഫൈനൽ സ്റ്റേജ് ആണ്? എലമെന്ററി എഡ്യൂക്കേഷൻ, കമ്പൽസറി എഡ്യൂക്കേഷൻ, ഫോർമൽ എഡ്യൂക്കേഷൻ, നൺ ഓഫ് ദ ബോ. ഇതിന്റെ ഏതിന്റെ ഫൈനൽ സ്റ്റേജ് ആണ് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ? ഇതിന്റെ ആൻസർ ഇതാണ്, കമ്പൽസറി. കമ്പൽസറി സ്റ്റേജിന്റെ കമ്പൽസറി എഡ്യൂക്കേഷന്റെ ഫൈനൽ സ്റ്റേജ് ആണ് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ. ഓക്കെ, എലമെന്ററി അല്ല, കമ്പൽസറി എഡ്യൂക്കേഷൻ എവിടെ വരെയാണ് വരുന്നത്? അത് കഴിഞ്ഞിട്ട് അതിന്റെ ഫൈനൽ സ്റ്റേജ് ആണ് സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഹയസ്റ്റ് നമ്പർ ഓഫ് ഡ്രോപ്പ് ഔട്ട് സീനറ്റ്. ഏറ്റവും കൂടുതൽ ഡ്രോപ്പ് ഔട്ട്സ് വരുന്നത് എലമെന്ററി എഡ്യൂക്കേഷൻ സ്റ്റേജിലാണോ, സെക്കൻഡറി എഡ്യൂക്കേഷൻ സ്റ്റേജിലാണോ, ഹയർ എഡ്യൂക്കേഷൻ സ്റ്റേജിലാണോ, ഓൾ ഓഫ് ദ എബോവ് ആണോ? ഏറ്റവും കൂടുതൽ ഡ്രോപ്പ് ഔട്ട്സ് വരുന്നത് ഏത് സ്റ്റേജിലാണെന്ന് ചോദിച്ചാൽ സെക്കൻഡറി എഡ്യൂക്കേഷൻ, ഈ ഒരു തരത്തിലാണ് ഏറ്റവും കൂടുതൽ ഡ്രോപ്പ് ഔട്ട്സ് വരുന്നത്. കാരണം അപ്പം കൗമാരക്കാരായ കുട്ടികളാണ് അല്ലേ, അപ്പം ഏറ്റവും കൂടുതൽ ഡ്രോപ്പ് ഔട്ട്സ് ഈ ഒരു സ്റ്റേജിലാണ് വരുന്നത്. അടുത്ത ചോദ്യം നോക്കൂ, വൺ ഓഫ് ദ മേജർ സൊല്യൂഷൻ ഫോർ പ്രോബ്ലംസ് ഇൻ സെക്കൻഡറി എഡ്യൂക്കേഷൻ. സെക്കൻഡറി എഡ്യൂക്കേഷനിലുള്ള പ്രോബ്ലംസിന്റെ ഒരു മേജർ സൊല്യൂഷൻ താഴെ പറയുന്നതിൽ ഏതാണെന്ന്? ഓപ്ഷൻ എ, റീഫോം കരിക്കുലം ഒന്ന് റീഫോം ചെയ്യാം. ഓപ്ഷൻ ബി, റെഗുലർ സ്കൂൾ ഇൻസ്പെക്ഷൻ, റെഗുലർ ആയിട്ട് സ്കൂൾസിൽ ഇൻസ്പെക്ഷൻസ് വേണം. ഓപ്ഷൻ സി, റിക്രൂട്ട്മെന്റ് ഓഫ് അഡീഷണൽ ടീച്ചേഴ്സിനെ റിക്രൂട്ട് ചെയ്യണം. ഓൾ ഓഫ് ദ എബോവ് ആണ് ലാസ്റ്റ് ഓപ്ഷൻ. ഏതാണ് സെക്കൻഡറി തലത്തിലുള്ള പ്രോബ്ലംസിനൊക്കെ ഉള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞത്? കൂടുതൽ ടീച്ചേഴ്സിനെ കൊണ്ടുവരുന്നതാണോ, അല്ലെങ്കിൽ കരിക്കുലം റീഫോം ചെയ്യുന്നതാണോ, സ്കൂൾ ഇൻസ്പെക്ഷൻ ഒക്കെ റെഗുലർ ആയിട്ട് നടത്തുന്നതാണോ, ഇതെല്ലാമാണോ? എന്ത് തോന്നുന്നു നിങ്ങൾക്ക് ആൻസർ? ഓൾ ഓഫ് ദ എബോവ് ആണ് ആൻസർ കേട്ടോ. ഇതെല്ലാം ആണ് സൊല്യൂഷൻ എന്ന് പറഞ്ഞത്. സെക്കൻഡറി തലത്തിൽ കരിക്കുലം റിഫോം ചെയ്യണം, സ്കൂൾ ഇൻസ്പെക്ഷൻ ഒക്കെ റെഗുലർ ആയിട്ട് നടത്തണം, അഡീഷണൽ ടീച്ചേഴ്സിനെ റിക്രൂട്ട് ചെയ്യണം, ഇതെല്ലാം കൂടെ വേണം അവരുടെ സൊല്യൂഷൻ എന്ന് പറഞ്ഞ പ്രോബ്ലംസിന്. 9th ക്വസ്റ്റ്യൻ, സെക്കൻഡറി എഡ്യൂക്കേഷൻ യൂഷ്വലി കവേഴ്സ് ചിൽഡ്രൻ ബിറ്റ്വീൻ. ഏത് ഏജിലുള്ള കുട്ടികളെയാണ് സെക്കൻഡറി എഡ്യൂക്കേഷൻ കവർ ചെയ്യുന്നത്? 12 തൊട്ട് 16 വരെ, 14 തൊട്ട് 18 വരെ, 12 തൊട്ട് 18 വരെ, 13 തൊട്ട് 18 വരെ. ഏതാണ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണ് 14 തൊട്ട് 18 വയസ്സ് വരെയുള്ളതാണ്. 14 to 18 ഇയേഴ്സ് സ്റ്റുഡൻസിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്, കുട്ടികളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി 10ാമത്തേത്, സം ഓഫ് ദ മേജർ ഹിൻഡ്രൻസ് ടു സെക്കൻഡറി എഡ്യൂക്കേഷൻ ഇൻക്ലൂഡ്. സെക്കൻഡറി എഡ്യൂക്കേഷന്റെ ഒരു മേജർ ഹിൻഡ്രൻസ്, ഒരു തടസ്സം എന്ന് പറയുന്നത് ഇതിൽ ഏതാണ്? ഹൈ ഡ്രോപ്പ് ഔട്ട് റേറ്റ്, ഒരുപാട് പേര് ഡ്രോപ്പ് ഔട്ട്സ് ആവുന്നുണ്ട്. പിന്നെ അൺറിയലിസ്റ്റിക് കരിക്കുലം, കുറച്ച് റിയലിസ്റ്റിക് അല്ലാത്തൊരു കരിക്കുലം. ഷോർട്ടേജ് ഓഫ് ടീച്ചേഴ്സിന്റെ ഷോർട്ടേജ്. ഓൾ ഓഫ് ദ എബോവ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? സെക്കൻഡറി എഡ്യൂക്കേഷന്റെ മേജർ ഹിൻഡ്രൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? ഇതെല്ലാമാണ്, ഓൾ ഓഫ് ദ എബോവ് ആണ്. ഹൈ ഡ്രോപ്പ് ഔട്ട്സ് സെക്കൻഡറി എഡ്യൂക്കേഷൻ തലത്തിലാണുള്ളത്. അൺറിയലിസ്റ്റിക് കരിക്കുലം ഈ ഒരു സ്റ്റേജിലുണ്ട്. ടീച്ചേഴ്സിന് ഷോർട്ടേജ് ഉണ്ട്. ഇതെല്ലാം കൂടെ ചേരുന്നതാണ് കേട്ടോ മേജർ ഹിൻഡ്രൻസ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ ഈ ഡ്രോപ്പ് ഔട്ട്സ് ഒരുപാട് ഉണ്ടാവും എന്ന് പറഞ്ഞു സെക്കൻഡറി തലത്തിൽ. ഏറ്റവും കൂടുതൽ ഡ്രോപ്പ് ഔട്ട്സിനാണ് സെക്കൻഡറി തലത്തിലാണെന്ന് പറഞ്ഞു. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീസൺസ് എന്ന് പറഞ്ഞാൽ, ഒന്ന്, ലാക്ക് ഓഫ് ഡിസിപ്ലിൻ അറ്റ് ദിസ് അഡോളസെന്റ് ഏജ്. ഈ കൗമാരപ്രായ ഘട്ടത്തിൽ ഇവർക്ക് മറ്റ് തലത്തിനേക്കാളും കുറച്ചും കൂടെ അനുസരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, ഒരു ഡിസിപ്ലിൻ, അതിൻ്റെ ഒരു അഭാവം ഉണ്ടാവും അല്ലെ. ഏറ്റവും കൂടുതൽ കുട്ടികൾ പെട്ടെന്ന് അനുസരണയൊക്കെ ഇല്ലാത്ത ഒരു തലത്തിലോട്ട് വരുന്ന ഒരു പ്രായമാണ് ആ ഒരു കൗമാര കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഡിസിപ്ലിൻ്റെ കുറവ്, ലാക്ക് ഓഫ് ഡിസിപ്ലിൻ ഒരു റീസൺ ആണ് ഈ ഡ്രോപ്പ് ഔട്ട്സിന്. പിന്നെ ഇല്ലിറ്ററസി ആൻഡ് പോവർട്ടി ഓഫ് പാരൻസ്. പിന്നെ പാരൻസ് അധികവും അവർ അക്ഷരാഭ്യാസം ഇല്ലാത്തവരും അതുപോലെ ദാരിദ്ര്യമുള്ളവരുമാണ്. അപ്പോൾ അവർക്ക് ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ ഈ കുട്ടികളെ പഠിപ്പിക്കാനുള്ള സാമ്പത്തിക സിറ്റുവേഷൻ ഇല്ലാതെ വരുമോ, അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു റീസണാണ്, ഡ്രോപ്പ് ഔട്ട്സിനുള്ള റീസണാണ്. മൂന്നാമത്തേത് അൺറിയലിസ്റ്റിക് കരിക്കുലം. ഈ കരിക്കുലം കുറച്ച് അൺറിയലിസ്റ്റിക് ആണ് ഇവർ പഠിക്കുന്ന കരിക്കുലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതെല്ലാമാണ് ഡ്രോപ്പ് ഔട്ട്സിനുള്ള കാരണങ്ങൾ. ഓക്കെ, അങ്ങനെ ഒരു ചോദ്യമായിട്ട് ചോദിക്കാം, താഴെ തന്നിട്ടുള്ള ഏതൊക്കെയാണ് ഡ്രോപ്പ് ഔട്ട്സിനുള്ള കാരണങ്ങൾ എന്ന് ചോദിച്ചാൽ, പാരൻസിൻ്റെ ഇലിറ്ററസി, അവരുടെ പോവർട്ടി ഒരു റീസണാണ്, കുട്ടികളുടെ ഒരു ഏജിൽ ലാക്ക് ഓഫ് ഡിസിപ്ലിൻ എന്നുള്ള ഒരു റീസണാണ്, അൺറിയലിസ്റ്റിക് കരിക്കുലം ഒരു റീസൺ തന്നെയാണ്. ഓക്കെ, സോ ഇൻ ഓർഡർ ടു ഇൻക്രീസ് എൻറോൾമെന്റ് ആൻഡ് റിട്ടൻഷൻ അറ്റ് സെക്കൻഡറി ലെവൽ ഗവൺമെന്റ് ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ്. ഇവരുടെ ഒരു എൻറോൾമെന്റ് കൂട്ടാൻ വേണ്ടി ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള എന്താണെന്ന് ചോദിച്ചാൽ, ഫ്രീ യൂണിഫോം ആൻഡ് ബുക്സ്. അപ്പോൾ കുറച്ചുകൂടി കുട്ടികളുടെ എൻറോൾമെന്റ് കൂട്ടാൻ വേണ്ടി ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത കാര്യമാണ്. ഒന്ന്, യൂണിഫോം ബുക്സ് ഒക്കെ ഫ്രീ ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കുക. സ്പെഷ്യൽ ഇൻസെൻറ്റീവ്സ് ഫോർ ഗേൾസ് ആൻഡ് ബാക്ക്വേർഡ് ക്ലാസ്സസ്. പെൺകുട്ടികൾക്കും ബാക്ക്വേർഡ് ക്ലാസ്സിലുള്ളവർക്ക് സ്പെഷ്യൽ ഇൻസെൻറ്റീവ് കൊടുക്കുക. ഫ്രീ അഡ്മിഷൻ ആൻഡ് മന്ത്ലി ഫീ. അപ്പം അവർക്ക് ഫ്രീ ആയിട്ടുള്ള അഡ്മിഷൻ കൊടുക്കുക, മാസം മാസമുള്ള ഫീസ് അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുക. അപ്പം ഇതൊക്കെ ചെയ്തുകൊണ്ടാണ് ഗവൺമെൻറ് എൻറോൾമെൻറ്റ് കൂട്ടാൻ നോക്കുന്നത്. അപ്പോൾ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷനായിട്ട് ബന്ധപ്പെട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞത്.
ഈ കമ്മീഷന് മറ്റൊരു പേര് മുതിരേർ കമ്മീഷനാണ്. 1952 സെപ്റ്റംബർ മാസം 23 വന്നു, ഒക്ടോബർ 6 ഉദ്ഘാടനം ചെയ്തു. 1953 ഓഗസ്റ്റ് മാസം 29 ഈ ഒരു കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കുന്നത്. സെക്കൻഡറി തല വിദ്യാഭ്യാസത്തിനാണ് ഈ ഒരു കമ്മീഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സെക്കൻഡറി തല വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ കമ്പൽസറി എഡ്യൂക്കേഷൻ്റെ ഫൈനൽ സ്റ്റേജാണ് സെക്കൻഡറി തലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സെക്കൻഡറി തലത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം ഒരു വിദ്യാഭ്യാസ സ്ട്രക്ചർ, എഡ്യൂക്കേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ 5+3+2+1 മാറ്റിയിട്ട് 4 or 5+3+4+3 എന്നുള്ള രീതിയിലോട്ട് കൊണ്ടുവരുന്നത് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ അഥവാ മുതിരേർ കമ്മീഷൻ ആണ്. ഓക്കെ, ഈ ഒരു കമ്മീഷനാണ് ഈ ഒരു കമ്മീഷൻ വന്നപ്പോഴാണ് സ്കൂൾസ് ഹയർ സെക്കൻഡറി സ്കൂൾസ് ആവുകയും അതുപോലെ മൾട്ടി പർപ്പസ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ ആയിട്ട് മാറുകയും ചെയ്യുന്നത്. അതുപോലെ സോഷ്യൽ സയൻസിന് ഒരു ഇമ്പോർട്ടൻസ്, ഒരു മെയിൻ സബ്ജക്റ്റ് ആക്കി കൊണ്ടുവന്നത് ഈ ഒരു 1952 ഒരു കമ്മീഷനോടൊപ്പമാണ്. സോഷ്യൽ സയൻസിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഒരു മെയിൻ കോഴ്സായിട്ട് അത് കൊണ്ടുവന്നത്. ഓക്കെ, ഇപ്പം നമുക്കറിയാം +2 തലത്തിൽ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്. ഇവിടെ ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നത് സോഷ്യൽ സയൻസ് ആണ്. അപ്പോൾ ഒരു ഇമ്പോർട്ടൻസ് കൊണ്ടുവന്നതാണ് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷനിൽ. പിന്നെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡ്രോപ്പ് ഔട്ട്സ് ഈ ഒരു സ്റ്റേജിലാണ്, സെക്കൻഡറി തലത്തിലാണ് വരുന്നത് കമ്പയറിംഗ് ടു ഓൾ അതർ ലെവൽസ്. അതിന് പല റീസൺസും ഉണ്ട്. ഇവരുടെ കരിക്കുലം അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കരിക്കുലമാണ്. പിന്നെ പാരൻസിന് പലർക്കും പോവർട്ടി ഒരു പ്രോബ്ലമാണ്, ഇല്ലിറ്ററസി ഒരു പ്രോബ്ലമാണ്. കുട്ടികളുടെ ഒരു ഏജ് എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് ഡിസിപ്ലിൻ ഇൻ ദാറ്റ് അഡോളസെന്റ് ഏജ് എന്നുള്ളത് ഒരു റീസൺ ആണ്. അപ്പം അങ്ങനെ ഒരുപാട് പേര് ഡ്രോപ്പ് ഔട്ട്സ് ആയി പോകുന്നതുകൊണ്ടിട്ട് പോവർട്ടി ഒക്കെ റീസൺ ആയതുകൊണ്ട് ഗവൺമെൻറ് കുറച്ച് കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് അവർക്ക് ഫ്രീ ആയിട്ട് യൂണിഫോം കൊടുക്കുക, ബുക്സ് കൊടുക്കുക, ഫ്രീ അഡ്മിഷൻ കൊടുക്കുക, മന്ത്ലി ഫീസ്, അതുപോലെ സ്പെഷ്യൽ ഇൻസെൻറ്റീവ്സ് ബാക്ക്വേർഡ് ക്ലാസ്സസിനും ഗേൾസിനും കൊടുക്കുക എന്നൊക്കെയാണ് എൻറോൾമെൻറ്റ് കൂട്ടാൻ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഇങ്ങനെ പല റീസൺസ് ആണ് ഏറ്റവും കൂടുതൽ ഡ്രോപ്പ് ഔട്ട്സ് ഈ ഒരു സെക്കൻഡറി തലത്തിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതൊരു മേജർ സൊല്യൂഷൻ എന്ന് പറയുന്നത് കരിക്കുലത്തിനെ ഒന്ന് റീഫോം ചെയ്യുക എന്നുള്ളതാണ്. കരിക്കുലം റീഫോം ചെയ്യുക, അതുപോലെ ടീച്ചേഴ്സ്, അഡീഷണൽ ടീച്ചേഴ്സിനെ റിക്രൂട്ട് ചെയ്യണം, പിന്നെ റെഗുലർ സ്കൂൾ ഇൻസ്പെക്ഷൻസ് നടത്തണം. അപ്പോൾ ടീച്ചേഴ്സ് ഇല്ലാത്തത് ഒരു പ്രോബ്ലമാണ്, ഒരു ഹിൻഡ്രൻസ് എന്ന് പറയുന്നത്. സെക്കൻഡറി തലത്തിൽ ഏറ്റവും കൂടുതൽ ഡ്രോപ്പ് ഔട്ട്സ് ഒക്കെ വരുന്നത്. അപ്പോൾ സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ ഒരു ഹിൻഡ്രൻസ് എന്ന് പറഞ്ഞാൽ തന്നെ ഈ ലാക്ക് ഓഫ് ടീച്ചേഴ്സിൻ്റെ കുറവ്, അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കരിക്കുലം, ഒരുപാട് ഡ്രോപ്പ് ഔട്ട്സ് ഒക്കെയാണ് അതിൻ്റെ ഒരു ഹിൻഡ്രൻസ് എന്ന് പറഞ്ഞത്. അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എൻറോൾമെൻറ്റ് കൂട്ടാൻ വേണ്ടി ഗവൺമെൻറ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അതുപോലെ ടീച്ചേഴ്സിനെ അഡീഷണൽ ആയിട്ട് റിക്രൂട്ട് ചെയ്യുക. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞത്. ഏത് ഏജ് ഗ്രൂപ്പാണ് സെക്കൻഡറി തലത്തിൽ വരുന്നതെന്ന് ചോദിച്ചാൽ 14 വയസ്സിനും 18 വയസ്സിനും ഇടയിലുള്ളവരാണ് സെക്കൻഡറി തലത്തിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷനായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊന്ന് റിവൈസ് ചെയ്യാൻ പറ്റി. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് മീ വിത്ത് യുവർ ലൈക്സ്. അതേപോലെ നിങ്ങളുടെ നല്ല സജഷൻസ്, കമൻസ് ഒക്കെ തരിക. നിങ്ങളുടെ ഫ്രണ്ട്സിന് പരമാവധി ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താലും കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്ഡേറ്റഡ് ക്ലാസ്സസിന് വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, PSC എക്സാം ഗ്രേഡ് അപ്കമിങ് 10th ലെവൽ, ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടിയിട്ട് നമ്മൾ ലോങ് ടേം കോഴ്സ് റൺ ചെയ്യുന്നുണ്ട്. അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. അടുത്ത ക്ലാസ്സിന് വേണ്ടി കാണാൻ വന്നവരേക്കും